ഡിയർ സ്റ്റുഡൻറ്റ്, ഇനി നമുക്ക് ഇല്ലുസ്ട്രേഷൻ 4 നോക്കാം കേട്ടോ. ഇല്ലുസ്ട്രേഷൻ 4 നോക്കാം. 3 കോളം ക്യാഷ് ബുക്കാണ് അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. 3 കോളം ക്യാഷ് ബുക്ക് പറഞ്ഞാൽ നമുക്ക് അവിടെ ഡിസ്കൗണ്ട് കോളം ഉണ്ടാവും, ക്യാഷ് കോളം ഉണ്ടാവും, ബാങ്ക് കോളം, അങ്ങനെ 3 കോളംസ് ഉണ്ടാവും. നോക്കാം, ഡിസ്കൗണ്ട്, ക്യാഷ്, ബാങ്ക് കേട്ടോ. പിന്നെ ഡേറ്റ്, പർട്ടിക്കുലർ, LF, ഡിസ്കൗണ്ട്, ക്യാഷ്, ബാങ്ക് കേട്ടോ. നിങ്ങൾ വൃത്തിയിൽ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഓരോന്ന് എഴുതി കൊടുക്കാം. നാലാമത്തെ ഇല്ലുസ്ട്രേഷനാണ് കേട്ടോ. ഓക്കെ, അതിൽ ജൂലൈ 2018 തന്നെയാണ്, ജൂലൈ 15 തൊട്ടിട്ടാണ് കേട്ടോ. ജൂലൈ 15 കേട്ടോ. ജൂലൈ 15 ക്യാഷ് ഇൻ ഹാൻഡ് കേട്ടോ. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് മീൻസ് ബാലൻസ് ക്യാരി ഡൗൺ ആണ്. നമ്മൾ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലെഡ്ജറിൽ എന്തുണ്ടാവും? ലെഡ്ജറിൽ നമ്മൾ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അത് നമ്മൾ നേരെ അടുത്ത വർഷത്തേക്കോ അല്ലെങ്കിൽ അടുത്ത മാസത്തേക്കോ നമ്മൾ എന്ത് എഴുതാണ്? ടു ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് കൊടുക്കുക കേട്ടോ. ക്യാഷ് ഇൻ ഹാൻഡാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ കേട്ടോ, അടുത്ത വർഷത്തിലേക്ക് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതി കൊടുക്കണം. അത് ക്യാഷ് ആയിട്ടാണ് കേട്ടോ. ക്യാഷ് ആയിട്ടാണ് ഉള്ളത് 800 രൂപ കേട്ടോ, ബാങ്കായിട്ടല്ല. പിന്നെ അതുപോലെ തന്നെ ബാലൻസ് ഇൻ ബാങ്ക് അക്കൗണ്ട്, അവിടെ ആ ബാലൻസ് ഇൻ ബാങ്ക് അക്കൗണ്ട് അത് നമ്മൾ എവിടെയാണ്? ഇതിലെഴുതുന്നുണ്ട് കേട്ടോ, ബാങ്ക് അക്കൗണ്ടിലാണ് എഴുതുന്നത് 4500. അപ്പോൾ നമ്മളവിടെ ഐഫോൺ ഇട്ട് കൊടുക്കണ്ട, അവിടെ ബാങ്കായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് പർച്ചേസ് ഗുഡ്സ് ഫോർ ഇഷ്യൂ ചെക്ക്, ചെക്കിൻ്റെ രീതിയിലാണ് കേട്ടോ. ചെക്കിൻ്റെ രീതിയിൽ എന്താണ് ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി കൊടുക്കുക? പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസ് ചെയ്തു എന്നല്ലേ പറഞ്ഞേ. അപ്പം നമ്മൾ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ഗുഡ്സ് അല്ലേ. അപ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു എന്താവും? ഗുഡ്സ് അല്ലേ. അപ്പോൾ ഗുഡ്സ് അക്കൗണ്ട് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ബൈ പർച്ചേസ് അക്കൗണ്ട് നിങ്ങൾ എഴുതട്ടെ, ഡേറ്റ് എഴുതണേ. ഡേറ്റ് നോക്കാം, ഏതാണ്? 16-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബൈ പർച്ചേസ് അക്കൗണ്ട് കാണുന്നില്ലേ? ബൈ പർച്ചേസ് അക്കൗണ്ട് ചെറുതാക്കിയിട്ട് എഴുതാം കേട്ടോ, കോളംസ് ഒരുപാടുള്ളത്. പർച്ചേസ് അക്കൗണ്ട് കേട്ടോ. എത്രയാണ് പർച്ചേസ് അക്കൗണ്ട്? ഇഷ്യൂ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് ഇല്ല, ക്യാഷ് ഇല്ല, 3000 രൂപ ബാങ്കിലാണ് ചെക്കായതുകൊണ്ട് കേട്ടോ. ഇനി 17-ാം തീയതി ക്യാഷ് സെയിൽസാണ് അല്ലേ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ടാണ് അല്ലേ, ടു സെയിൽസ് അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ എത്രാം തീയതിയാണ് നോക്കുക കേട്ടോ? 17-ാം തീയതി. ഡേറ്റ് എഴുതുക, ടു സെയിൽസ് അക്കൗണ്ട്. സംശയമൊന്നുമില്ലല്ലോ? സെയിൽസ് അക്കൗണ്ട് ക്യാഷിനാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? ക്യാഷിലാണ് എഴുതേണ്ടത്. എത്രയാണ്? 3000 രൂപ അല്ലേ. ആ 4000 രൂപയാണ് കേട്ടോ, 3000 അല്ല, 4000 രൂപയാണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കാം. റിസീവ്ഡ് ഫ്രം ഷാനിദ് ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട് 4000 ചെക്ക് ക്യാഷ് കേട്ടോ. ക്യാഷായിട്ട് എന്താണ്? ഫുൾ സെറ്റിൽമെൻറ്റ് റിസീവ് ചെയ്തു. ഷാനിദിൻ്റെ അടുത്തുനിന്ന് നമ്മൾ റിസീവ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്താ എഴുതാം? ചെക്ക് വഴിയാണ് റിസീവ് ചെയ്തിട്ട്, അതൊന്ന് ഓർത്ത് വെക്കുക. നോക്കാം, 18-ാം തീയതി കേട്ടോ. 18-ാം തീയതി ടു സമദാണ്. പേരവിടെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടെന്ന് തോന്നിയിട്ടുണ്ട്, ഷാനിദ് എന്നോ അങ്ങനെ സമദ് എന്നെന്തോ ആണ് കേട്ടോ. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് 4000 രൂപേൻ്റെ സെറ്റിൽമെൻറ്റാണ്. പക്ഷേ 2000 രൂപേൻ്റെ ചെക്കാണ് അവിടെ സെറ്റിലാക്കിയത് എന്ന് മനസ്സിലാകുക. 2000 രൂപയ്ക്ക് ആണ് ചെക്ക് റിസീവ് ചെയ്തിട്ടുള്ളത്. 4000 രൂപേൻ്റെ ഇതാണുള്ളത്, പക്ഷേ 2000 രൂപേൻ്റെ ചെക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ 1950 ക്യാഷായിട്ട് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടു സമദ് കേട്ടോ, സമദിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എത്രയാണ്? ഡിസ്കൗണ്ട് 50 രൂപ ഡിസ്കൗണ്ട് ആയിട്ടുണ്ട്. പിന്നെ ക്യാഷായിട്ട് കിട്ടിയത് 1950 പിന്നെ ബാങ്കിൽ ഓൾറെഡി 2000 രൂപയാണ് ആളത്തുനിന്ന് റിസീവ് ആയിട്ടുള്ളത്. അങ്ങനെയാണുള്ളത് കേട്ടോ. അങ്ങനെയാണ് എമൗണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഈ 3 അക്കൗണ്ട്സിനെയും ബാധിച്ചു എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ,
2000 രൂപയാണ് ചെക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ 1950 950 ആണ് ക്യാഷായിട്ട് കിട്ടിയത്. 50 രൂപ ഡിസ്കൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലാക്കുക കേട്ടോ, അത് മൈനസ് ചെയ്യുമ്പോഴാണ് 50 രൂപ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് 20-ാം തീയതി കേട്ടോ. 20-ാം തീയതി എന്താണ്? ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ആണ്. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ആണ്. അപ്പോൾ അത് ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് പോവുകയും ചെയ്തു, ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു. അങ്ങനെയാണ് കേട്ടോ. അപ്പം മനസ്സിലാക്കേണ്ടത് 20-ാം തീയതിയാണ് കേട്ടോ. 20-ാം തീയതി ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ടും എന്തായിട്ട് മാറി? ബാങ്ക് അക്കൗണ്ടും വന്നു കേട്ടോ. അപ്പോൾ ബൈ ബാങ്ക് അക്കൗണ്ട് രണ്ടിനെയും അത് ബാധിച്ചു. നമ്മൾ കഴിഞ്ഞതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ബാങ്ക് അക്കൗണ്ട് കേട്ടോ. അവിടെയും 5000 രൂപ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയും 5000 രൂപ വന്നിട്ടുണ്ട്. മനസ്സിലാക്കുക, ഇവിടെ ബാങ്കാണ് വന്നിട്ടുള്ളത്. ബാക്കി മറ്റിടത്ത് ക്യാഷ് കൊടുത്തു, ബാങ്കക്ക് വന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? ബാങ്ക് ഇങ്ങനെയാകുമ്പോൾ ഈ ഒരു എൻട്രീൻ്റെ ജേണൽ എന്തായിരിക്കും? അപ്പോൾ ട്രാൻസാക്ഷൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ആണ്. അപ്പോൾ 2 അക്കൗണ്ട്സിനെയും ബാധിച്ചു എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഒന്ന് ബാങ്ക് അക്കൗണ്ടിലാണ് നമ്മളെ ക്യാഷ് അക്കൗണ്ട്സിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ടായിട്ട് കൊടുക്കണം, ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് അക്കൗണ്ടായിട്ടാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, മനസ്സിലാക്കിയിട്ട് എഴുതാം കേട്ടോ. നെക്സ്റ്റ് 21-ാം തീയതി കേട്ടോ. 21-ാം തീയതി എന്താണ്? പെയ്ഡ് രാമകൃഷ്ണയാണ് ബൈ ചെക്കാണ്. അവിടെയും അപ്പോൾ ബാങ്കുമായി സംബന്ധിച്ച കാര്യമാണ് അല്ലേ. കൊടുത്തത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. അപ്പോൾ നമ്മൾ ബൈ രാമകൃഷ്ണ കേട്ടോ. രാമകൃഷ്ണ പേരൊക്കെ എഴുതാം. എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 2970 ആണ് കേട്ടോ ചെക്കായിട്ട് കൊടുത്തിട്ടുള്ള. റിസീവ്ഡ് 30 രൂപ റിസീവ് ഡിസ്കൗണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2970 നമ്മൾ ബാങ്കിൻ്റെ സൈഡിൽ 2970 ബാങ്കിൻ്റെ സൈഡിൽ എഴുതുക. 30 രൂപ ഡിസ്കൗണ്ടും കൊടുത്തിട്ടുണ്ടെന്ന് അതിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഇനി 22-ാം തീയതി റിസീവ്ഡ് ഫ്രം ബോസ് ഡിസ്കൗണ്ട് അലൗഡ്. ബോസിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ബോസിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം, റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നമ്മളെങ്ങനെ എഴുതേണ്ട? 22-ാം തീയതി ടു ബോസ് അക്കൗണ്ട് അല്ലേ. ടു ബോസ് അക്കൗണ്ട് എത്രയാണ്? അവിടെ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് അതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് കേട്ടോ. 20 രൂപ. അപ്പോൾ ഡിസ്കൗണ്ട് കോളത്തിൽ 20, മറ്റേത് 1680. ഓക്കെ അല്ലേ? അത് ഡയറക്റ്റായിട്ട് തന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ എഴുതി കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്യാഷ് വിഡ്രോ ഫ്രം ഓഫീസ് പർപ്പസ് ആണ്. ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2000 രൂപ. അപ്പം നമ്മൾ എന്ത് എഴുതാം? ബൈ ക്യാഷ് അക്കൗണ്ട് അല്ലേ. ബൈ ക്യാഷ് അക്കൗണ്ട്. എത്രാം തീയതിയാണ് നോക്കാം കേട്ടോ. 24-ാം തീയതി കേട്ടോ. 24-ാം തീയതി ബൈ ക്യാഷ് അക്കൗണ്ട് എത്രയാണ്? 2000 രൂപ. ബാങ്ക് കോളത്തിൽ എഴുതി കൊടുക്കാം കേട്ടോ. 24-ാം തീയതി 2000 രൂപ എന്ന് എഴുതാം. പിന്നെ ബൈ ബാങ്ക് ഇതിനൊക്കെ നിങ്ങൾ ഡേറ്റ് എഴുതണം കേട്ടോ. ബൈ ബാങ്ക് 20-ാം തീയതിയാണ്. പിന്നെ ബൈ രാമകൃഷ്ണ 21-ാം തീയതിയാണ്. പിന്നുള്ളത് 25 പെയ്ഡ് മഹാനത്ത് ഇൻ ക്യാഷ് കേട്ടോ. ക്യാഷ് കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊടുത്തെങ്കിൽ അവിടെ എന്തായിരിക്കും? ബൈ ആണ് അല്ലേ, ചിലവാണ്. അപ്പോൾ 25-ാം തീയതി കേട്ടോ. ബൈ മഹാനത്ത്, അങ്ങനെ എന്തോ പേര്, മഹാനത്ത്. അവിടെ എത്രയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. മഹാനത്തിന് 3000 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ തൊട്ട് താഴെ ഡിസ്കൗണ്ടും പറയുന്നുണ്ട് കേട്ടോ. ഡിസ്കൗണ്ട് അലൗഡ് ബൈ ഹിം 40 രൂപ കേട്ടോ. 40 രൂപ. നെക്സ്റ്റ് പെയ്ഡ് ഫോർ സ്റ്റേഷനറിയാണ്. അപ്പം നമ്മൾ എവിടെ തന്നെ കൊടുക്കുക? 26-ാം തീയതി കേട്ടോ. ബൈ സ്റ്റേഷനറി.
സ്റ്റേഷനറി എത്ര രൂപയാണ്? 100 രൂപ കേട്ടോ. ക്യാഷ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് 100 രൂപ. പിന്നെ 28 ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. മറ്റേത് നമ്മളിങ്ങോട്ട് വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്? ബാങ്കിൽ കൊടുക്കുന്നത്. ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാണ് കേട്ടോ. 28 തീയതി ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ ടു ക്യാഷ് അക്കൗണ്ട് 28 തീയതി ടു ക്യാഷ് അക്കൗണ്ട് കേട്ടോ. ക്യാഷ് അക്കൗണ്ട് എത്ര രൂപയാണ്? 2000 രൂപയാണ് കേട്ടോ. ക്യാഷ് അക്കൗണ്ട്സിൽ ബാങ്ക് അക്കൗണ്ടിൽ കേട്ടോ. ബാങ്ക് അക്കൗണ്ട്സിൽ നമ്മൾ കൊടുക്കുക. ബാങ്ക് അക്കൗണ്ടിൽ കൊടുക്കുക. നെക്സ്റ്റ് നോക്കുക. ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് പ്രൊപ്പറേറ്റർ പേഴ്സണൽ യൂസ്. അപ്പോൾ ഡ്രോയിങ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റലാണ് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം? ടു ക്യാഷ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് നമ്മൾ 2000 രൂപ ഇവിടെ എഴുതി കൊടുത്തു. ഓക്കെ. ഇനി 29 തീയതി അല്ലെ 30 തീയതി വിഡ്രോ ബൈ ഡ്രോയിങ് അക്കൗണ്ട് ബൈ നമ്മൾ പെയ്ഡ് ഫോർ ഡെപ്പോസിറ്റഡ് ഇൻ ടു ക്യാഷ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ അത് രണ്ട് ഇതിനെയും ബാധിക്കുന്നുണ്ട് കേട്ടോ. അത് മറക്കണ്ട. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും അതുപോലെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ക്യാഷിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുന്നതും രണ്ടും എന്താണ്? ക്യാഷിനെയും ക്യാഷ് അക്കൗണ്ടിനെയും ബാങ്ക് അക്കൗണ്ടിനെയും ബാധിക്കുന്നു. മനസ്സിലാക്കട്ടെ. 20 തീയതി അതേപോലെ 2 കോളത്തിൽ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ 28 തീയതി 2 കോളത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ 28 തീയതി അതും കൂടെ എഴുതി കൊടുക്കണേ. ബൈ ബാങ്ക് അക്കൗണ്ട് എത്രയാണ്? അത് നമ്മൾ എവിടെ എഴുതുക? ക്യാഷിൽ. നേരത്തെ പറഞ്ഞല്ലോ, അത് രണ്ടും നേരെ ഓപ്പോസിറ്റായിട്ട് എഴുതുക. ബൈ ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ എഴുതുക. ബൈ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എഴുതുക. രണ്ടും ഓപ്പോസിറ്റായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. അതങ്ങനെ തന്നെയാണ് വരിക. ജേർണൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ. ഇനി 30 തീയതി എന്താണ്? ഡ്രോയിങ്സ് പ്രൊപ്പറേറ്റർ പേഴ്സണൽ യൂസ് അല്ലേ. സോ അതുകൊണ്ട് ബൈ ഡ്രോയിങ്സ് അക്കൗണ്ട് എത്ര രൂപയാണ്? ഡ്രോയിങ്സ് 500 രൂപയാണ് കേട്ടോ. അത് വിഡ്രോ ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ അക്കൗണ്ട്സിലാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് 500 രൂപ. ഓക്കെ. ഇനിയൊക്കെ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം കേട്ടോ. ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാതും ഉണ്ടാവും ഒന്ന് നോക്കണേ. ആദ്യം എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്യാം. അപ്പോൾ നോക്കാം. നമുക്ക് ഇവിടെ എത്രയാണ് മൊത്തത്തിൽ വന്നത്? 50 രൂപ. അതുപോലെ ബോസിന് 20 രൂപ അല്ലേ. ഇവിടെയാണ് 20 എഴുതിയത്. 20 രൂപയാണുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ 70 രൂപയാണ് ഇതിൽ വന്നത്. മറ്റതിൽ 1430 കേട്ടോ. 10430 കേട്ടോ. പിന്നെ ബാങ്കിൽ 13500 ഇട്ടേ. പിന്നെ കോളംസ് മാറിപ്പോയിട്ടോ. 70 രൂപ 10,430 13,500 ഇങ്ങനെയാണ് ഇവിടെ വരിക കേട്ടോ. പിന്നെ ഇതുപോലെ മറ്റേ സൈഡിലും വരണം അല്ലേ. അപ്പോൾ നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ 70 രൂപ തന്നെ വന്നിട്ടുണ്ട്. 30, 40, 70 രൂപ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്? 10,430 13,500 ഇങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ അല്ലേ. അപ്പോൾ പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 31 തീയതി എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ക്യാരിഡ് ഓൺ കേട്ടോ. ടു ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെയിം ആണ് അല്ലേ. 70 രൂപയാണ്. ഇവിടെയും 70 രൂപയാണ്. ഇവിടെ നമ്മൾ ക്യാഷ് അക്കൗണ്ട്സിൽ 330 രൂപയുടെ കുറവുണ്ട്. പിന്നെ മറ്റൊടുത്ത് 5030 രൂപയുടെ ഒരു കുറവുണ്ട്. ക്ലിയർ ആയോ? ഇത് നേരെ നമ്മൾ എന്തെഴുതും? നെക്സ്റ്റ് മാസത്തിൽ അല്ലേ, ജൂലൈ അല്ലേ, ഓഗസ്റ്റ് 1 എഴുന്ന് കൊടുത്തിട്ട് ബാലൻസ് ബ്രോഡ് ഓൺ ആയിട്ട് എന്തെടുക്കും നമ്മൾ? ബാലൻസ് ബ്രോഡ് ഓൺ ആയിട്ട്
നമ്മൾ എവിടെ കൊടുക്കും? ഇവിടെ അല്ലേ 330 രൂപയും അതുപോലെ 50 രൂപ 5030 രൂപയായിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പെറ്റി ക്യാഷ് ബുക്ക് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കുന്നത്. ക്ലിയർ ആയില്ലേ? സംശയങ്ങളൊന്നും ഇല്ലല്ലോ? കാരണം ഇത് നമ്മൾ ജേണൽ എങ്ങനെ എഴുതുന്നത് അതേപോലെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ.